തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു 4 BHK പ്രീമിയം വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തെങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വീട് കൂടിയാണത്. ഏകദേശം ഒരു 10 വില്ലകളോളം അടങ്ങുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റി കൂടിയാണ്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും സ്മാർട്ട് സിറ്റിയിലേക്കും എല്ലാം വെറും 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ എടപ്പള്ളി ലുലു മാളിലേക്കും കാക്കനാട് ടൗണിലേക്കും പാലാരിവട്ടത്തേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി എല്ലാത്തരം സ്കൂളുകളും സ്കൂൾ ബസ്സുകളും അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ കൂടിയാണ് ഈ വീട് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5,600 സെൻറ്റ് ലാൻഡിലായിട്ട് 2,600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീട് കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഇൻഡിവിജ്വൽ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കട്ട വിരിച്ച ഏകദേശം 2 വാഹനങ്ങൾ ഒരേ സമയം പാസ് ചെയ്യാൻ പറ്റുന്ന റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്, ഗ്ലാസ് ഫ്രെയിമിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്, ലൂവർ പാനലിങ്ങും നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു എലവേഷൻ നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെബിൾ ടെക്സ്ചറൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ഡിസൈൻ വരുന്ന ഒരു കോമ്പൗണ്ട് വാൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗേറ്റ് ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പില്ലറിൽ ഗേറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ബാലൻസ് നിൽക്കുന്ന എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്ത് നൽകുന്നതാണ്. ഇനി ഏകദേശം ഒരു 4 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റും ഒരു സൈഡിലേക്ക് തുറക്കാൻ പറ്റുന്ന ഫോൾഡിങ് ഗേറ്റും നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കവേർഡ് പാർക്കിംഗ് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഫ്ലോറിലായിട്ട് മുഴുവൻ കടപ്പ കല്ലുകളാണ് വരുന്നത്. അവിടെയായിട്ടും പോബ്ലർ സ്റ്റോണിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു വലിയ XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഈ പോർച്ചിൽ അവൈലബിൾ ആണ്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ അഡീഷണൽ പാർക്കിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയും അത്യാവശ്യം വലിയൊരു XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഒരു വാട്ടർ കണക്ഷൻ്റെ സമ്പ് ഈ ഭാഗത്തായിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു വാട്ടർ ഫൗണ്ടൈൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് നമുക്ക് നൽകുന്നതാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ട് പാവിങ് ടൈലൊക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. നല്ല വീതിയുള്ള സ്റ്റെപ്പുകളാണ് സിറ്റ് ഔട്ടിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിലായിട്ട് G7 സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫോൾ സീലിംഗ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. ഒരു സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്കാണ്. കിഴക്ക് ദർശനമായിട്ടാണ് ഫ്രണ്ട് ഡോർ കൊടുത്തിരിക്കുന്നത്. 2 പാളി ഡോറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്ട്രൈപ്പ് ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ വരുന്ന ഒരു ഫ്രണ്ട് ഡോർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ബീജ് കളറിലുള്ള ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു L ടൈപ്പിൽ വരുന്ന ഒരു കോർണർ സെറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടൊരു 4 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ലൊരു ഫാൻസി ലൈറ്റിൻ്റെ സൗകര്യങ്ങളും മുകളിലായിട്ടൊരു ഗ്ലാസ് വിൻഡോയുടെ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡബിൾ ലൈറ്റഡ് ആയിട്ട് കൊടുത്തേക്കണതുകൊണ്ട് തന്നെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഗ്ലാസ് സ്ട്രക്ചറിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. UPVC പാനലിലായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ TV യൂണിറ്റിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ബിഹൈൻഡിലായിട്ട് ലൂവർ പാനലിംഗ് വരുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് TV യൂണിറ്റ് വരുന്നത്. എൻ്റെ ബിഹൈൻഡിലായിട്ടും നല്ല രീതിയിലൊരു വെൽവെറ്റ് ഫോഗിൻ്റെ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. പോകുന്ന പാസേജിലെല്ലാം നല്ല രീതിയിലൊരു പാർട്ടീഷൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു നിഷൊക്കെ ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്ന വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. ബീജ് കളർ ടൈലിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കിഴക്ക് വശത്തെ ഭിത്തിയിലായിട്ടൊരു വിൻഡോ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു ഓപ്പൺ വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു പാഷിയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. വർക്കുകളൊക്കെ തീർത്ത് ഭംഗിയിൽ തന്നെ തരുന്നതാണ്. നല്ല രീതിയിലൊരു ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ലൊരു ലൂവർ പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ നിന്ന് നേരെ വരുന്നത് വീടിൻ്റെ വാഷിംഗ് ഏരിയയുടെ ഭാഗത്തേക്കാണ്. ജാഗോറിൻ്റെ തന്നെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. G7 സ്ലാബിൽ വരുന്ന
സ്ലാബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു കൺസീൽഡ് ടാപ്പിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ബിഹൈൻഡിലായിട്ട് മിററിൻ്റെ സൗകര്യങ്ങൾ നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചൻ്റെ ഭാഗത്തേക്കാണ്. ഒരു നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകളൊക്കെ കൊടുത്തിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ഡിസൈൻ ചെയ്ത് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് നല്ല രീതിയിലൊരു ക്രോക്കറി ഷെൽഫുകൾ നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ടൈപ്പിൽ വരുന്ന ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഈ ഭാഗത്തായിട്ട് ഓവൻ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ സ്റ്റോറേജിൽ കൊടുത്തിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തേക്കായിട്ട് ഒരു 3 വാളി വിൻഡോയും അതിനോട് ചേർന്നിട്ട് ഒരു ഫാബറിൻ്റെ ചിമ്മിണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ലാബിൻ്റെ താഴ്വശത്തായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് 3 വാളി വിൻഡോയുടെ സൗകര്യങ്ങളും അതിനോട് ചേർന്ന് തന്നെ ഒരു മൾട്ടി സിങ്കിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ സിങ്കിൻ്റെ മോൾവശത്തായിട്ട് വരുന്ന കബോർഡ് സ്പേസുകളെല്ലാം GTPT ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് അവർ തരുന്നത്. പിന്നെ നമ്പറിങ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം എല്ലാ വർക്കുകളും തീർത്തൊരു നല്ലൊരു വർക്ക് ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ശുദ്ധമായ കിണർ വെള്ളം കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം അവൈലബിൾ ആണ്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫ്രിഡ്ജൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഈ ഒരു കബോർഡ് വർക്കിൻ്റെ ബിഹൈൻഡിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ താഴ്വശത്തായിട്ട് വരുന്ന ഒരു ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഒരു ഷങ്കണായിട്ടാണ് ഇവിടെ ചെറുതായി ഡൗൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 3 വാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയും ഒരു TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു എൽ ടൈപ്പിൽ വരുന്ന കോർണർ സെറ്റിയൊക്കെ വയ്ക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം കൺസെപ്റ്റിലുള്ള ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഏകദേശം ഒരു 155 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ, LED ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. സ്ലൈഡിങ് ഡോറിലാണ് കബോർഡ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ താഴെ മേളിൽ കിട്ടുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തെക്ക് ഭാഗത്തായിട്ട് അത്യാവശ്യം ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന ബാത്റൂം സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വാൾ മൗണ്ട് സെറയുടെ ഫിറ്റിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും എല്ലാം കൊടുത്തിരിക്കുന്നത് സെറയുടെ തന്നെയാണ്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇവിടിൻ്റെ താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് പോകുന്നത്. വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം ഒരു 145 സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വടക്ക് ഭാഗത്തായിട്ടും പടിഞ്ഞാറ് ഭാഗത്തായിട്ടും നല്ല വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും ഒരു പ്രൊഫൈൽ ലൈറ്റിൻ്റെ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്യാൻ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. പിന്നെ നമുക്ക് കബോർഡ് സ്പേസ് വരുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. ഒരു നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്ലൈഡിംഗ് ഡോർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കബോർഡ് സ്പേസുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം സ്പേസിലേക്ക് വന്നാൽ നല്ല രീതിയിലൊരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ തന്നെയാണ് ഈ ബാത്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്തിട്ട് സെറയുടെ തന്നെ വാൾ മൗണ്ട് കൺസീൽഡ് ഫിറ്റിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. സെറയുടെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ഇവിടെ ഒരു ജാഗ്വറിൻ്റെ ഒരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യം താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇവിടിൻ്റെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന സ്റ്റെയറാണ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മുന്നേ കണ്ട ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ മുകളിലൂടെയാണ് സ്റ്റെയർ കടന്നു പോകുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് G7 സ്ലാബ് ഒരു മാറ്റ് ഫിനിഷിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലേക്കായിട്ട് ഒരു വെൽവെറ്റ് ഫോഗിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ടും ഒരു ലൂവർ വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളുടെ സൗകര്യങ്ങളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ഒരു ഡബിൾ ലൈറ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെയും നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ഹാങ്ങിങ് ലൈറ്റുകളുടെ സൗകര്യവും വരുന്നുണ്ട്. ഈ ഭിത്തിയിലായിട്ട് ഒരു ഗ്ലാസ് വിൻഡോയുടെ സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും ആ ഒരു ഗ്ലാസ് ഹാൻഡ് റെയിലിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു അതിവിശാലമായ ഒരു അപ്പർ ലിവിങ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലൂവർ പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകൾ താഴെയായിട്ടും മുകളിലായിട്ടും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി കിഴക്ക് ഭാഗത്തേക്കായിട്ടൊരു 4 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ കോർണറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സിങ് ടേബിളിൻ്റെ സൗകര്യങ്ങൾ, താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലഗ് പോയിൻറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. ഏകദേശം ഒരു 145ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ബെഡ്റൂം സ്പേസ് തന്നെയാണ് വരുന്നത്. വടക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ട്, വടക്ക് ഭാഗത്തായിട്ടും പടിഞ്ഞാറ് ഭാഗത്തായിട്ടും വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ബേ വിൻഡോ കൺസെപ്റ്റിലാണ് വരുന്നത്. ഇവിടെ ഒരു കുഷൻ വർക്കുകളൊക്കെ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട്. എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് നൽകുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കബോർഡ് സ്പേസ് വരുന്നത് ഈ ഭാഗത്താണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് സ്പേസുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യം ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താഴത്തതുപോലെ തന്നെ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ തന്നെ ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുള്ള വർക്കുകൾ തന്നെയാണ് വരുന്നത്. സെയിം ഫിറ്റിങ്സുകളുടെ കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സ്ട്രക്ചറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം 155ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം സ്പേസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. സെയിം ടൈൽ പാറ്റേൺ വരുന്നുണ്ട്. നല്ല രീതിയിൽ കബോർഡ് സ്പേസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തെക്ക് ഭാഗത്തേക്കായിട്ടൊരു 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയായിട്ടൊരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഉള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന ബാത്റൂം സ്പേസ് തന്നെയാണ്. സെയിം ഫിറ്റിങ്സുകൾ തന്നെ സെറയുടെ അവിടെയും കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. കോൺക്രീറ്റ് റൂഫിൽ തന്നെ കൊടുത്തിരിക്കുന്ന വീടിൻ്റെ ഒരു ഭാഗം പോലെ തന്നെ അറ്റാച്ച്ഡായിട്ട് നിൽക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ടാപ്പ് പോയിന്റുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ഒരു അയൺ ടേബിളിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ലഗ് പോയിന്റുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന് മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്കവിടെ ഒരു ഫ്രെയിം ഡോർ, GI ഫ്രെയിമിൽ വരുന്നൊരു ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള ഒരു കോൺക്രീറ്റ് സ്റ്റെയറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഹാൻഡ് റെയിൽ വർക്കുകൾ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയിലേക്കുള്ള പാസേജിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഹാൻഡ് റെയിലിൻ്റെ വർക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ടഫൻ ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് താഴത്തെ ലിവിങ് ഏരിയയുടെ ഡബിൾ ലൈറ്റ് വ്യൂ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഷാൻലിയറൊക്കെ ഭംഗിയിൽ തന്നെ കാണാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. GI ഫ്രെയിമിൽ ഒരു ടഫൻ ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിൽ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ലൂവർ പാനലിംഗ് LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. തെക്ക് വന്നിട്ട് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ബാൽക്കണിയിൽ അവൈലബിൾ ആണ്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന തെങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഒരു 4 BHK പ്രീമിയം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഏകദേശം 10ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണിത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കാക്കനാട് ടൗണിലേക്കും അതുപോലെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും സ്മാർട്ട് സിറ്റിയിലേക്കും അതുപോലെ എടപ്പള്ളി ടൗണിലേക്കും പാലാരിവട്ടത്തേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5,600 സെൻറ്റിലായിട്ട് 2,600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 1,49,00,000 രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഈ വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.